കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലക്ഷ്യം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്തുക എന്നതാണ് ദൗത്യസംഘത്തിന് മുമ്പിലുള്ള ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, അതിൻ്റെ ഭാഗമായി കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പെട്ടുപോയിട്ടുള്ളവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്നാണ് അതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന്. അപ്പോൾ ഇതുവരെ കണ്ടൊരു സ്ഥിതി വെച്ച് ഈ ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം വളരെ വേഗത്തിൽ പൂർത്തിയാകുന്നതിൽ ഉദ്ദേശിച്ചാലും നേരത്തെ പൂർത്തിയാകുമെന്നാണ് തോന്നുന്നത് ഇവിടെ കണ്ടിട്ട്. അങ്ങനെ വന്നാൽ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണ തൃപ്തിയോടുകൂടി ചെയ്യാൻ വേണ്ടി കഴിയും. അതിൽ രണ്ട് അഭ്യർത്ഥനയാണ് ഞങ്ങൾ പുറപ്പെടുക. ഒന്ന്, ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ഇപ്പോൾ തടസ്സം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പ്രതികൂല കാലാവസ്ഥ. മറ്റൊന്ന്, സാധനങ്ങളുമായും സുരക്ഷയുടെ പേരിലും ധാരാളം ആളുകൾ വന്നു പോകുന്നുണ്ട്. അങ്ങനെ വന്നു പോകുന്നവർ വാഹനങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ടാകും, രണ്ട് സൈഡിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് സുഗമമായ യാത്രക്കുള്ള തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ആ യാത്ര ഒഴിവാക്കുക. അതിനെന്താണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്? ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ശേഖരിക്കുന്ന സഹായ വസ്തുക്കൾ ജില്ലാ കളക്ട്രേറ്റുകളിൽ, അതാത് ജില്ല, ഏത് ജില്ലയിലാണോ നിങ്ങളുള്ളത് ആ ജില്ലയിലെ കളക്ട്രേറ്റിൽ എത്തിക്കാൻ, അവിടെ അത് സ്വീകരിക്കാനും പൂൾ ചെയ്ത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഈ സംവിധാനങ്ങളോടൊക്കെ ജനങ്ങൾ സഹകരിച്ചാൽ കഴിയുന്നത്ര വേഗത്തിൽ, വിചാരിച്ചതിനേക്കാൾ വേഗത്തിൽ നമുക്ക് നമ്മുടെ സഹോദരങ്ങളെ രക്ഷിക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത്. അപകടത്തിൽ രക്ഷിക്കണമെങ്കിൽ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ആ നിയന്ത്രണങ്ങളുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലായിരിക്കും അതിൻ്റെ ക്രമീകരണം? അതെ, നമ്മുടെ ഈ സുരക്ഷാ പ്രവർത്തനങ്ങളിൽ ഒരു നിർണായകമായ ദിവസമാണിന്ന്. കാരണം മുഖ്യമന്ത്രി ഇവിടെ വരുന്നു, സർവകക്ഷി യോഗം ചേരുന്നു, അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് അദ്ദേഹം ഇവിടെ വരുന്നത്. അത് ഞങ്ങൾക്കും ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർക്കും കൂടുതൽ ദിശാബോധത്തോടുകൂടി കാര്യങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം വളരെ പ്രാധാന്യമുള്ളൊരു സന്ദർശനമാണ്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇവരൊക്കെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വനംവകുപ്പിൻ്റെ ഡ്രോൺ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ അവരാണ് അറിയിപ്പ് കൊടുത്തത്. അപ്പോൾ ഞാൻ ഇന്ന് ഒരു വകുപ്പ് പറയുന്നില്ല, ഏതൊക്കെ വകുപ്പുകളുണ്ടോ ആ വകുപ്പുകളെല്ലാം അവരവരുടെ പങ്ക് മാതൃകാപരമായി നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാം അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. കെ ശശീന്ദ്രൻ പ്രതികരിക്കുന്നതാണ് കണ്ടത്. എല്ലാവിധ സംവിധാനങ്ങളോടെയും സജ്ജീകരണങ്ങളോടെയും കൂടിയാണ് മൂന്നാം ദിനം ദൗത്യം പുരോഗമിക്കുന്നത് എന്നാണ് കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത്.